Monica. Nice to meet you. Thank you. Thanks for the help. Okay, bye. പുള്ളിക്കാരൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ട് കുറച്ച് ഗേൾസ് ഒക്കെ നടന്നു വരുന്നുണ്ട്. ഗേൾസും ബോയ്സും. Gute Sprechprobe funktioniert wunderbar. Videos zeigt diese Faszination. Kurz vor dem Anstoß ist മുകളിലിരിക്കുന്ന ആൾ ഒരു വൈൻ വീപ്പൻ്റെ മുകളിലിരിക്കുകയാണ്. അതിന് വലിയൊരു ഗ്ലാസ് പുള്ളിയുടെ കയ്യിലുണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് വൈനാണ്. ഞാനിപ്പോൾ എൻ്റെ 21ാമത്തെ രാജ്യത്താണുള്ളത്. ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് എൻ്റർ ചെയ്തു. ഈ കാണുന്ന ബ്രിഡ്ജില്ലേ, തിരിച്ച് ഉന്തി കൊണ്ടുപോവാണ്. ആ ഭാഗത്തേക്കും പോകാൻ കഴിയില്ല, അവിടെ ഒരു ബാരിയർ ഉണ്ട്. ആകെയുള്ളൊരു ഓപ്ഷൻ ഇങ്ങനെ ഉന്തി കൊണ്ടുപോകலாம். പള്ളിയിൽ നിന്ന് ഭയങ്കര മണിയടിയാണല്ലോ. 12 മണിയായതിൻ്റെ മണിയടിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഓസ്ട്രിയയിലെ ഒരു വില്ലേജാണിത്. വില്ലേജ് കാഴ്ചകൾ. ആദ്യമായിട്ടാണ് ഒരു ഓസ്ട്രിയൻ വീട് കാണാനും അതിൻ്റെ ഉള്ളിൽ കയറാനും ഫുഡ് ഉണ്ടാക്കാനൊക്കെ പറ്റി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പെട്രോൾ എന്തോ പറ്റിയാണ് സൗണ്ട് വരുന്നുണ്ട്. കറക്റ്റാക്ക് 2 ദിവസം മുമ്പായിരുന്നെങ്കിൽ വിയന്നയിൽ ശരിയാക്കായിരുന്നു. വിയന്ന വിട്ടപ്പോഴാണ് ഇത് തുടങ്ങുന്നത്. ട്രക്കിൻ്റെ പാർക്കിംഗ് ഏരിയ കണ്ടാ അടിപൊളി. എല്ലാവർക്കും ഓരോരോ ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ പാർക്ക് ചെയ്തതല്ല. ഈ വഴി തന്നെ ആണോ? ആണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. മത്തങ്ങ കൃഷി. വാവ്, നല്ല വിളവെടുക്കാനായ പാകത്തിലുള്ള മത്തങ്ങ കൃഷിയാണല്ലോ. ഇവർ മത്തങ്ങൻ്റെ വൈൻ എടുക്കുന്നു തോന്നുന്നു. മത്തങ്ങന്ന് വൈനോ ഓയിലോ എന്തോ സംഭവം എടുക്കും അവർ. അതുകൊണ്ടാണ് ഇത്രയും ഇവരെടുക്കുമെന്ന് എനിക്കറിയില്ല. അതിന് മുമ്പുള്ള രാജ്യങ്ങളിലൊക്കെ എടുക്കുമായിരുന്നു. അവിടെയൊക്കെ ഒരുപാട് മത്തൻ കൃഷി ഉണ്ടായിരുന്നു. ക്രൊയേഷ്യയിലും അവിടെയൊക്കെ കുറേ മത്തനെ കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് ബെർണോയിലേക്ക് ഇനിയൊരു 110 കിലോമീറ്റർ ഉണ്ടാവും. 115 110. ഇന്ന് എന്തായാലും എത്തില്ല, നാളെ നോക്കാം. അടിപൊളി ഇറക്കം. ഇനിയിപ്പോൾ ഇതൊക്കെ കയറണ്ടേ. കുറേ കാറ്റാടി ഉണ്ടല്ലോ. ഇതെന്താ തിരിയാത്തത്? അവിടെ കാറ്റില്ലായിട്ടാണോ അതോ ബാക്കിയെല്ലാം തിരിയുന്നുണ്ട്, അത് മാത്രം തിരിയുന്നില്ല? അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടാവും. കാറ്റുണ്ടായിട്ടാണല്ലോ ബാക്കിയുള്ളതൊക്കെ തിരിയുന്നത്. കോഴിമുട്ട പുഴുങ്ങിയുണ്ട്, അത് കഴിക്കാം. ഇപ്പോൾ വരുമ്പോഴേ 2-3 തമിഴ്നാട്ടിലെ ഫ്രണ്ട്സിനെ കണ്ടു. അവർ ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. അപ്പോൾ പോകുന്ന സമയത്ത് അവർ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയ കോഴിമുട്ടാണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം തന്നു. ഞാൻ 1 മതി എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. 2 എണ്ണം. ഇത് സ്പെഷ്യൽ കോഴിമുട്ട പോലെ. അപ്പോൾ ഇതെന്തായാലും കഴിക്കണം, 2 എണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിപ്പിച്ചിട്ടുണ്ട് 2 എണ്ണം. അപ്പോൾ ഏതായാലും കഴിച്ചേക്കട്ടെ. ഏതായാലും കയ്യിലുണ്ട്, എനിക്ക് കേടായി പോകണ്ട ചൂടായിട്ട്. പോകുന്ന വഴിക്ക് വീണ്ടും ഒരു ചെറിയൊരു ഗ്രാമം കിട്ടി.
ഗ്രാമം കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് വെള്ളം വാങ്ങിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു സാധനം തുറന്നിട്ടില്ല, ഒക്കെ ക്ലോസാ. ഇങ്ങനെ ആയാലും എങ്ങനെയാ? എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ആയിരിക്കണ്ടേ? ഇപ്പം നാളെ ആവണം എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ. കയ്യിലൊരു കുപ്പി വെള്ളമുണ്ട്, അത് വെച്ചിട്ട് വേണം നാളെ വരെ എത്തിക്കാൻ. ചെറിയൊരു വില്ലേജാണ്, ചെറുത്ത്. ഓസ്ട്രിയൻ ബ്യൂട്ടിയാണിത് കേട്ടോ. സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയതുപോലെ തന്നെ ഉണ്ട്. അടിപൊളി. പോകുന്ന വഴിക്കുള്ള ഒരു വില്ലേജാണ്. ഇവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ പരിപാടി. കുറച്ച് ആളുകളെയൊക്കെ കാണുന്നുണ്ട്. റോഡൊക്കെ ബ്ലോക്ക് ചെയ്തത് നോക്കാം. നടക്കാൻ പോകുന്നുണ്ട്. വൈൻ പരിപാടിയാന്ന് തോന്നുന്നു. ഇതിന്റെ മുകളിലിരിക്കുന്ന ആൾ ഒരു വൈൻ വീപ്പന്റെ മുകളിലിരിക്കുകയാണ്. വലിയൊരു ഗ്ലാസ് പുള്ളിയുടെ കയ്യിലുണ്ട്. അതിങ്ങനെ ഇടക്കിടക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് വൈനാന്ന് Und das haben wir auch schon beim Thema des heutigen Nachmittags, nämlich beim Wein, den es einfach nur gibt, weil wir so tolle Winzerinnen und Winzer haben. Und da darf ich mich herzlich anschließen bei unserer Winzerkönigin beim Dank an alle Winzerinnen und Winzer, die mit Sensibilität und Herz nur den besten Wein zu machen. Und ich stehe nicht an zu sagen, wir sind nicht nur stolz, dass wir die meisten Weingärten haben und die meisten Girls നടന്നു വരുന്നുണ്ട്. ഗേൾസും ബോയ്സും. Kurze Sprechprobe, ja. Funktioniert wunderbar. Sehr geehrte Fest- und Ehrengäste, auch von meiner Seite ein herzliches Grüß Gott und willkommen hier beim Umzug des 64. Winzerfestes in der Weinstadt Boisdorf. Ich habe heute die Ehre und natürlich das Vergnügen, Sie durch das Programm führen. Masse Ferguson, 135 Tage in unserer Weinstadt und freuen uns, wenn Sie für den Series 280 SL von Karl Rauscher vor. Mit viel Engagement sind auch unsere Veltliner Weinkönigin Victoria sowie die stellvertretende Veltliner Weinkönigin Katja dabei. Service, Havariedienst, Zubehör, Reifenhotel, Reparatur aller Marken und vieles mehr. Autobarisch ein Boisdorfer Tradition, die Windräder als saubere Energiequelle. Auch die Bürgerinnen und Bürger Boisdorf erkannten diese grandiose Entwicklung und zögerten nicht vor den Grundlagen bei Katastrophen und im Alltag. Die Freiwillige wurde die Sparkasse Boisdorf gegründet und war somit auch einer der Wir sind auch weiterhin Wirkunternehmen Bankberater in Boisdorf und in der Region. Es ist Ereignis mit einer farbenfrohen, ausgelassenen Party. Auch die Schule Unsere Nachwuchskinder spielen wunderbar Holzjäger, der Lugner, Hofpreis, Agensinger, Böser. Stadtführer ist Johannes Böser. Der Höhepunkt des musikalischen Stadtjubiläum. Nächstes Wochenende gefeiert, der Laden des Falkensteiner Sensation, die diese Faszination. Kurz vor dem Anstoß gerade, das ist lange her. Uns das vorzustellen fällt uns schwer. Wir kennen das nur von Bildern. Und wenn uns los ist, sind vom 18.11. im VAC Start. Am 13. Jänner 24 Walterskirchen. Der Traktor 30er Steuerbauer 1952 Fahrer und Streckenfirma. എല്ലാവരും
ഈ ഒരു ഘോഷയാത്ര കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനും അതിൻ്റെ പുറകെ പോവുകയാണ്, ഘോഷയാത്രയുടെ പുറകിൽ. ഇത് ആക്ച്വലി നിങ്ങളിപ്പോൾ കണ്ടതൊരു വൈൻ പരേഡാണ്. ഞാനിപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയാണ്. എല്ലാ വർഷവും ഇതുപോലെ വൈൻ പരേഡ് നടത്തും. പല പല കമ്പനിയുടെ വൈനുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പരേഡാണ്. എനിക്കിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. എല്ലാവരും ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഹൈവേയിലൂടെ സൈക്കിൾ ഓടിക്കരുതെന്ന് പറയും കേട്ടോ, പക്ഷേ ഇതിപ്പോൾ ഒരു ഹൈവേ ആണ്. ഇതിവിടെ തീരുകയാണ്. ഇതാ ഇവിടത്തോടു കൂടി ഹൈവേ തീരുകയാണ്. കുറച്ച് ദൂരം ഹൈവേയിലൂടെ ഓടിച്ചു. ഇനി ബോർഡറിലേക്കാണ്. ഇനി ചെറിയ റോഡാ. അള്ള പടച്ചോനെ, വീതിയില്ലല്ലോ. കുടുങ്ങിയോ? തീരെ വീതിയില്ല. അങ്ങനെ ഓസ്ട്രിയനോട് വിട പറയാണ്. കഴിഞ്ഞു കേട്ടോ. 2 കിലോമീറ്റർ 1 കിലോമീറ്റർ എങ്ങനെ ഉള്ളൂ ബോർഡറിലേക്ക്. അങ്ങനെ ഓസ്ട്രിയ കഴിഞ്ഞു. ഇതാ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് കയറാൻ പോവാണ്. ഇതുപോലത്തെ കുറേ കാരവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഒരുപാട് ഇംഗ്ലീഷുകാർ കാരവനിൽ ലോകം ചുറ്റിക്കൊണ്ടിരിക്കുക. അവർക്ക് സുഖല്ലേ, എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോവാം. ഞാനിപ്പോൾ എൻ്റെ 21ാമത്തെ രാജ്യത്താണുള്ളത്. ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് എൻ്റർ ചെയ്തു. ഈ കാണുന്ന ബ്രിഡ്ജില്ലേ, ഈ ബ്രിഡ്ജിൻ്റെ ആ സൈഡിൽ റിപ്പബ്ലിക് ഓഫ് ഓസ്ട്രിച്ച് എന്നാണ്, ഓസ്ട്രിയയാണ് കാണുന്നത്. ഈ ഒരു ചെറിയൊരു കനാൽ പോലത്തെ ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് ഓസ്ട്രിയ, ഇപ്പുറത്ത് ചെക്ക് റിപ്പബ്ലിക്. വാ, ഇവിടെ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു കനാലാണ് ഇവിടുത്തെ ബോർഡർ. ഈ കാണുന്ന കനാലാണ് ഇവിടുത്തെ ബോർഡർ, 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബോർഡർ. ഇപ്പോൾ വെള്ളമില്ല കനാലിൽ. അടിപൊളിയല്ലേ? ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 3 ദിവസം ചെക്ക് റിപ്പബ്ലിക്കിലുണ്ടാവും. അത് കഴിഞ്ഞ് പോളണ്ടിൽ 2 ആഴ്ച പോളണ്ടാണ്. From Poland. Your name? Michael. Yeah. Where are you coming? Are you coming from? No, we are coming from we're back from Croatia. Then going to Poland. Home. Yeah. Okay. That's my Hi. wife, Monica. Hi, Monica. Monica. Nice to meet you. Good luck. Thank you. Thanks for the help. Okay, bye. പുള്ളിക്കാരൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടുവന്നാണ്. അടിപൊളി. എൻ്റെ സൈക്കിളൊക്കെ കണ്ടപ്പോൾ പുള്ളി ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. പുള്ളി അകത്ത് പോയിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം കുറേ സാധനമൊക്കെ കൊണ്ടുവന്നിട്ട് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവച്ചിട്ട് പറയാണ് ഇത് സ്വയ്യൂന്ന്. അവരതാ പോകുന്നത്. അവരുടെ അടുത്തുണ്ട് 2 സൈക്കിള്, പക്ഷേ അത് ഇലക്ട്രിക് സൈക്കിളാണെന്നുള്ളൂ. അവർ ക്രൊയേഷ്യയിൽ നിന്ന് വരികയാണ്, തിരിച്ച് പോളണ്ടിലേക്ക് പോവുകയാണ് അവരുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തേക്കുള്ള ഫുഡായി ചിക്കൻ. യെസ്, ഇറ്റ്സ് ചിക്കൻ. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇത് ചിക്കനാണോ ഇനി. ഓക്കെ, ഈ റോഡ് നേരെ പോകുന്നത് ഹൈവേയിലേക്കാണ്. എനിക്ക് ഹൈവേയിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഞാനിതാ സൈക്കിള് തിരിച്ച് ഉന്തിക്കൊണ്ടിരിക്കുകയാണ് ഹൈവേൻ്റെ സൈഡിൽ കൂടെ. ആ വഴി കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോലീസ് വന്നിട്ട് എന്നോട് പറയും മെല്ലെ ഇറങ്ങിക്കോ. അപ്പോൾ ഞാനിതാ തിരിച്ച് ഉന്തിക്കൊണ്ടുപോവാണ്. ആ ഭാഗത്തേക്കും പോകാൻ കഴിയില്ല, അവിടെ ഒരു ബാരിയർ ഉണ്ട്. ആകെയുള്ളൊരു ഓപ്ഷൻ ഇങ്ങനെ ഉന്തിക്കൊണ്ടുപോകല, ചവിട്ടാൻ പറ്റില്ല. ഇത് കുറച്ച് ബാക്കോട്ട് നടക്കണം, ഒരു 1/2 കിലോമീറ്റർ ബാക്കോട്ട് പോയിട്ട് വേറെ വഴി എടുക്കണം, സെക്കൻഡ് റൂട്ട്. പണിയായി, ശ്രദ്ധിച്ചില്ല. ഈ ബോർഡ് ഞാൻ കണ്ടില്ല. ഞാൻ കുറച്ചും കൂടി അപ്പുറത്തെപ്പോഴാണ് ആ ഗ്രീൻ സാധനം കാണുന്നത്. ഗ്രീനുള്ള ഹൈവേ ആണ്, E460
E461. എനിക്ക് നജ്മോ വഴി പോകണം. നജ്മോ വഴി ഇതാ എത്താറായി.